ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടി മത്സരരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ആ കുട്ടിയോട് കാണിച്ച് ഇത്രയും വലിയ അസഹിഷ്ണുതക്കെതിരെയുള്ള ഒരു അടിയാണ്. ഇവിടെ നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ വോട്ട് അത് 2020 മുതൽ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ ആ പെൺകുട്ടിയുടെ വോട്ടുണ്ടാവുകയും ആ പെൺകുട്ടി ആ അഡ്രസ്സിലല്ല താമസിക്കുന്നതെന്നൊരു വ്യാജ പരാതി കൊടുത്തുകൊണ്ട് അതിനെ അവസാന നിമിഷം ആ പെൺകുട്ടി സ്ഥാനാർത്ഥിയായതിനു ശേഷം അതിനെ ഡിലീറ്റ് ചെയ്യാൻ CPM-ന്റെ നേതൃത്വം കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ഒരു തവണ പോലും ആ പെൺകുട്ടിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരെയോ ഒന്ന് നേരിൽ കണ്ട് അവരുടെ വേർഷൻ കേൾക്കാൻ പോലും തയ്യാറാകാതെ, ഒരു പരാതി ഒരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ ഹിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷെ അതിന് പോലും തയ്യാറാകാതെ ഒരു ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ട് ആ കുട്ടിയെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, കുട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞങ്ങൾ അതിനെതിരെയായിരുന്നു ഞങ്ങളുടെ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. കാരണം അത് ഒരു രീതിയിലും ഒരാളുടെ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. അത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്ന ഓരോ പൗരന്റെയും അവകാശം, മൗലിക അവകാശമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയെ അദ്ദേഹത്തിന്റെ വോട്ട് വെട്ടി അദ്ദേഹത്തിനെ മത്സരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് ആക്കേണ്ട ഒരു രാഷ്ട്രീയ ഇടപെടൽ അത് ശരിയല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോടതിയെ വിശ്വസിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അതുമായി ബന്ധപ്പെട്ടൊരു പരാതി പോവുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി എന്താണ് വൈഷ്ണയ്ക്ക് പറയാനുള്ള വേർഷൻ എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തതാണ്. ആ കുട്ടിയുടെ ഹിയറിംഗ് നടത്തി ആ കുട്ടിക്ക് പറയാനുള്ള കുട്ടിയുടെ വേർഷൻസ് പരിശോധിക്കുകയും ആ കുട്ടിയുടെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥനെ വേണ്ട രീതിയിൽ ശകാരിക്കുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായി. അപ്പോ യഥാർത്ഥത്തിൽ ഒരു അട്ടിമറിയെ അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ കൊണ്ട്, ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ കൊണ്ട് ആ അട്ടിമറി സാധ്യതയെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളിന്, ഒരു പൗരന് കിട്ടേണ്ട അവകാശം അത് നേടിയെടുക്കാൻ ഈ ഒരു ഫൈറ്റിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിന് തന്നെ ഏറെ ഊർജം പകരുന്ന ഒരു വിധിയാണ് അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി സ്ഥാനാർത്ഥി ഫീൽഡിൽ തന്നെ ഉണ്ട്. ആ സ്ഥാനാർത്ഥിയോടൊപ്പം കോൺഗ്രസും സജീവമായി മറ്റു പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ വൈഷ്ണയുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയതിന് പിന്നാലെ വ്യാപകമായ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ ആക്ഷേപങ്ങൾ പോലും വൈഷ്ണയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ലേ? വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് അടക്കം വൈഷ്ണയ്ക്ക് മേലുണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ ഒരു പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചില CPM-ന്റെ സൈബർ ഹാൻഡിൽസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരിക്ക് നേരിൽ വരുന്ന ഒരു തരം മോശപ്പെട്ട രീതിയിലുള്ള വാചകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ അമ്മമാരും കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ സഹോദരിമാരും എല്ലാവരും ആ വിഷയം ഒന്ന് നേരിൽ കാണുകയും അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഒന്നടങ്കം ആഗ്രഹിച്ചതാണ് ആ പെൺകുട്ടി മത്സരിക്കണമെന്നുള്ളത്. അതനുസരിച്ചിട്ടുള്ള ഒരു വിധി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി, ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞങ്ങളെ ഏറെ സന്തോഷത്തിലാണിപ്പോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.